രാജ്യത്തെ ഒട്ടുമിക്ക BJP നേതാക്കൾക്കും ഭ്രാന്താണ്, അതായത് മതഭ്രാന്ത്. ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യമായ മതേതരത്വം തകർത്തായാലും ഇവിടെ ഭരണം പിടിക്കാൻ വർഗീയ തീവ്രവാദം വിളമ്പിയാൽ മതി എന്നൊരു ധാരണ BJP നേതാക്കളെ വല്ലാതെ പിടികൂടിയിരിക്കുകയാണ്. ഇപ്പോഴിതാ പശ്ചിമ ബംഗാളിലെ BJPയുടെ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. അതായത് പശ്ചിമ ബംഗാളിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ മുസ്ലിം MLA-മാരെ മുഴുവൻ നിയമസഭയിൽ നിന്നും പിടിച്ചു പുറത്താക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞിരിക്കുന്നത്. അത് ജനാധിപത്യപരമായി വോട്ടെടുപ്പിലൂടെയൊന്നുമല്ല, മറിച്ച് മുസ്ലിം MLA-മാരെ ശാരീരികമായി തന്നെ കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ സഭയിൽ നിന്ന് പുറത്താക്കുമെന്നായിരുന്നു BJP നേതാവിൻ്റെ ഈ പ്രസ്താവന വന്നത്. നമുക്കറിയാം 2026 കേരളത്തോടൊപ്പം തന്നെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ ജനങ്ങൾ മമതാ സർക്കാരിനെ വേരോടെ പിഴുതെറിയുമെന്നാണ് ഈ സുവേന്ദു അധികാരിയുടെ ഇപ്പോഴുമുള്ള വിശ്വാസം. അതോടുകൂടി കുറച്ച് MLA-മാരെങ്കിലും ബംഗാൾ നിയമസഭയിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഉണ്ടാകാതിരിക്കില്ല. കാരണം 30% ജനങ്ങളാണ് ബംഗാളിൽ മുസ്ലിം സമുദായത്തിൽ നിന്നും ഉള്ളത്. അവരിൽ പലരും MLA-മാരായി ആ നിയമസഭയിൽ ഉണ്ടാകും. അവരെയെല്ലാമാണ് ഇങ്ങനെ പിടിച്ചു പുറത്താക്കുമെന്ന് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ മമതാ സർക്കാരിനെതിരെയും തൃണമൂൽ സർക്കാരിനെതിരെയും ഒക്കെ അതിരൂക്ഷമായ ഭാഷയിൽ സുവേന്ദു അധികാരി പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. മുസ്ലിം ലീഗിൻ്റെ 2ാം പതിപ്പ് പോലെ പെരുമാറുന്ന ഒരു വർഗീയ ഭരണകൂടമാണ് മമതാ ബാനർജിയുടെ സർക്കാർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം. സുവേന്ദു അധികാരി നടത്തിയത് വിദ്വേഷ പ്രസംഗമാണ് എന്ന് വളരെ വ്യക്തമാണ്. അതായത് ഒരു മുസ്ലിം സമുദായം കാര്യമായി ഒന്നും വിദ്വേഷത്തിനോ വൈരാഗ്യത്തിനോ പോകാത്ത ഒരു ബംഗാൾ നിയമസഭയിൽ അല്ലെങ്കിൽ ബംഗാൾ എന്ന സംസ്ഥാനത്ത് ആ മുസ്ലിങ്ങളെ അനാവശ്യമായി പച്ചയ്ക്ക് തെറിവിളിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഒരു കളങ്കം തന്നെയാണ് വരുത്തിയിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. സുവേന്ദു അധികാരി നടത്തിയത് വളരെയധികം വിദ്വേഷ പ്രസംഗമാണെന്നും ഭരണഘടനാ പദവി വഹിക്കുന്നവർ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ക്രിമിനൽ കുറ്റമാണെന്നുമാണ് ബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞത്. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ഭരണഘടനയുടെ അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മുഖ്യമന്ത്രി പോലെ തന്നെ പ്രതിപക്ഷ നേതാവും. ആ പ്രതിപക്ഷ നേതാവിൻ്റെ വായിൽ നിന്നും ഒരു മതത്തെ പിടിച്ചു പുറത്തു തള്ളും നിയമസഭയിൽ നിന്ന് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ്. സുവേന്ദു അധികാരിയുടെ മാനസിക സ്ഥിരതയെയും തൃണമൂൽ കോൺഗ്രസ് ചോദ്യം ചെയ്തിരിക്കുന്നു ബംഗാളിൽ. അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു പ്രസ്താവനയാണിത്. രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിൽ നിന്നും ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം വരികയാണ്. ഇന്ത്യ എന്നതൊരു മതേതരത്വ രാജ്യം എന്നുള്ള നിലയിൽ ഇവിടെ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന വളരെയധികം വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു പ്രത്യേക മതത്തിൽ നിന്നുള്ള MLA-മാരെ ശാരീരികമായി പുറത്താക്കുമെന്ന് പറയാൻ ഇദ്ദേഹത്തിന് അധികാരമില്ല. മതത്തിൻ്റെ പേരിൽ വിവേചനം കാണിക്കാൻ പ്രതിപക്ഷ നേതാവിന് ഒരിക്കലും കഴിയില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കുമ്പോൾ തന്നെ ഇനി നാളെയുള്ള ദിവസങ്ങളിൽ ഇദ്ദേഹത്തിനെതിരെ വലിയ കേസുകൾ വരാനും സാധ്യതയുണ്ട്. സത്യത്തിൽ ഈ സുവേന്ദു അധികാരി ആരാണ്? ഒരു മതേതര രാജ്യത്തിൻ്റെ ഭരണഘടന അതിൽ തന്നെ നിൽക്കുമ്പോൾ മുസ്ലിം MLA-മാരെ പിടിച്ചു പുറത്താക്കുമെന്ന് പറയാൻ ഇയാൾക്ക് ആരാണ് അധികാരം നൽകിയത്? ഹിന്ദുവിനും മുസൽമാനും ക്രൈസ്തവനും ഒന്നിച്ചിരുന്ന് നടത്തുന്ന ഒരു സഭയിൽ മുസ്ലിങ്ങൾ പാടില്ല എന്ന് പറഞ്ഞാൽ അതുവഴി അധികാരത്തിലെത്താമെന്ന് കരുതുന്ന BJP-യും നരേന്ദ്രമോദിയും ഇപ്പോൾ കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെയാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്നോർക്കണം. അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് 300 ചില്ലാനം സീറ്റിൽ നിന്നും അവർ 230 സീറ്റിലേക്ക് ഒതുങ്ങിയത്. ഹൈന്ദവരാണ് 80% ഈ രാജ്യത്തുള്ളതെങ്കിലും മതേതരത്വം മാത്രം ഇഷ്ടപ്പെടുന്ന 70%-ലേറെ ആളുകളാണ് ഈ രാജ്യത്ത് വസിക്കുന്നത് എന്നുള്ള കണക്കും പുറത്തു വന്നിട്ടുണ്ട്. കാരണം മഹാത്മജി അടക്കമുള്ള മഹാത്മാക്കൾ ഉണ്ടാക്കിയ ഈ മതേതരത്വം തന്നെയാണ് ഇന്ത്യക്ക് ആവശ്യം. അല്ലാതെ മതേതരത്വം എന്ന മഹാസൗഭാഗ്യത്തെ കഴുത്തു ഞെരിച്ചുകൊന്ന് അധികാരം മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങുന്ന BJP-യുടെ നേതൃത്വത്തെയല്ല ജനങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് മറക്കണ്ട.